ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? അപ്പോൾ വെൽക്കം ബാക്ക് ടു കുഞ്ഞ് വലിയ കോളേജ് ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ വായി നോക്കി ഇരിക്കുന്നത് എൻ്റെ ഒരു പതിവാണ് കേട്ടോ. എന്തൊക്കെ ചെയ്യണം എന്ന് പ്രോസസ്സ് ചെയ്തുകൊണ്ടുള്ളൊരു ഇരിപ്പാണിത്. അപ്പോൾ എന്തായാലും നമുക്കിന്നിടാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇന്ന് അതിനു മുന്നേ ഇതാണ് എൻ്റെ കബോർഡ്. ഇതെല്ലാം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മടക്കി വെച്ചേക്കുന്നതാണ്, കാണുമ്പോൾ നിങ്ങൾക്കൊരു ലുക്കില്ലെങ്കിലും. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സാണ് കേട്ടോ ഇടാൻ പോകുന്നത്. ഇതിപ്പോൾ വീട്ടിൽ പോയപ്പോൾ അമ്മ എനിക്ക് തന്നതാണ്. വല്ലപ്പോഴും ഒക്കെ ക്ലാസ്സിലിട്ടാൽ മതി എന്ന് പറഞ്ഞു. അമ്മ അങ്ങനെ പറഞ്ഞു തരുന്ന ഡ്രസ്സായിരിക്കും മിക്കവാറും ഞാൻ വ്ളോഗിലൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഡ്രസ്സ്. അപ്പോൾ കിടക്കുന്നത് നമ്മുടെ ഹോളി ലാൻഡിൻ്റെ മൈക്കാണ് കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ കുറേ പേര് എൻ്റെ അടുക്കത് ഇതിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ പിൻ ചെയ്തേക്കാം കേട്ടോ. ഇതിനകത്തിൽ ഞാനിപ്പോൾ വീട്ടിൽ, അതായത് നമ്മൾ ഹോസ്റ്റലിലിടുന്ന ഡ്രസ്സൊക്കെ ഇതിനകത്തിലാണ് വെക്കുന്നത്. ക്ലാസ്സിലിടുന്ന മാത്രമേ കബോർഡിൽ വെക്കാറുള്ളൂ. അപ്പോൾ നമ്മളിതാ റെഡി ആവാനായിട്ട് കയറിയിട്ടുണ്ട്. നിങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം ഞാൻ ഗ്ലാസ്സൊക്കെ ഒന്ന് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ അഴുക്കാക്കിയതല്ല, വന്നപ്പോഴേ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ റെഡിയായിട്ട് കാണാം. അപ്പോൾ റെഡിയായി. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് കേട്ടോ. എല്ലാം പോൺസിൻ്റെ ആണ്. സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഡാസ്ലറിൻ്റെ ഐലൈനർ ഉപയോഗിക്കും. സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ചതായി ഒരു ലിപ്സ്റ്റിക് ഉപയോഗിക്കും. അപ്പം ഗൈസ്, ഇത് മാത്രമാണ് ഇന്ന് വ്ളോഗ് എടുക്കാനുള്ള കാരണം. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് OT-യുടെയാണ് കേട്ടോ. അപ്പോൾ ഇത് OT സ്ക്രബ്സും ചപ്പലും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് പാക്ക് ചെയ്തിട്ട് ഇറങ്ങിയാലോ? അപ്പോൾ ഗൈസ്, നമ്മളിതാ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരെ മെസ്സിലോട്ട് ഫുഡ് കഴിക്കാൻ പോവാണേ. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്തുവാന്നൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ല. പൂജ TP ഐഡിയ ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ദിവസം രാവിലെ കഴിക്കാത്തതുകൊണ്ട് എന്തുവാ ഫുഡെന്ന് ശരിക്കും പറഞ്ഞാൽ ഐഡിയ ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് താഴെ ചെന്ന് നോക്കാം. പാർവതി ഫുഡ് കഴിക്കാൻ വരുവാണോ? പാർവതി കഴിഞ്ഞ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഗൈസ്, ഇത് മാത്രമാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. എന്ന് വെച്ചാൽ എന്നും ഇതാണെന്നല്ല കേട്ടോ. ഇന്ന് അപ്പവും മുട്ടക്കറിയാണ്. ശ്രീദേവി ഇവിടെ ഇരിപ്പുണ്ട്. അശ്വതി മിക്കാറും തന്നെ എടുത്ത് എറിയും. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞ് കേട്ടോ. എല്ലാവരും ഈ വെപ്രാളപ്പെട്ട് ഇറങ്ങുന്നത് പോസ്റ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 10:30-ക്കുള്ളിൽ കയറിയാൽ മതി ഞങ്ങൾക്ക്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഇന്ന് OT-ആണല്ലോ. അപ്പോൾ എല്ലാം സെറ്റായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇനി ഇറങ്ങിയാൽ മതി. ഗൈസ്, ഞങ്ങളുടെ അറ്റൻഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ ഞങ്ങൾ OT പോവും. ശില്പ ലോഗ് ഉടായിപ്പോ. ദൈവമേ, അവളുടെ ഒരു വീഡിയോ എടുത്തേനാട്ടോ. അത് ഞാൻ പോസ്റ്റും. കമ്പാനിയൻ 24 മണിക്കൂർ എന്നെ കാണുമ്പം ചേച്ചി വ്ളോഗില്ലേ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ OT-യുടെ മുന്നിലെത്തി. ഇതിനകത്തേക്ക് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നമ്മളതേ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് നമ്മൾ കൊണ്ടുവന്ന വേറെ ചെരുപ്പ് മാത്രമേ OT-ക്കകത്ത് ഇടാൻ പറ്റത്തുള്ളൂ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി അവിടെ ചെന്നിട്ട് ഹെഡ് ക്യാപ്പ് വയ്ക്കണം, മുടി കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. ഗ്രൂപ്പിലാണല്ലോ വീഡിയോ എടുക്കുന്നത്. ശ്രീദേവി ഗൗരി. ഇവിടെ തന്നെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്നേക്കാണ്. ഇനി ഞങ്ങൾക്കൊരു പ്രസൻറ്റേഷൻ ഉണ്ട്, അതിന് പോകണം. അപ്പോൾ ഇവരെല്ലാം ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കുന്നു.
ഗൈസ് ഇത് പുതിയ ടെക്നിക്. ചെരുപ്പ് എടുത്ത് കൂട്ടിലിടാൻ മടി കൊണ്ട് ഒരാൾ ഇടുന്ന ഇതാണ്. അതും നിങ്ങളുടെ സ്വന്തം ബ്ലോഗർ. അതെ അതെ, വളരെ നല്ല ഐഡിയ ആണ്. എത്തിയ സോന നമ്മൾ ഒപ്പിയില് എത്തി. ശരിയായില്ലേ സിജു? എന്ത് ഇത് വെറൈറ്റി ആയിട്ട് ഇങ്ങനെയൊക്കെയാ. ഈ മഹാനായ മനുഷ്യന്റെ പ്രസന്റേഷൻ ഇന്നലെ എടുത്ത് എനിക്ക് സാറിന്റെ കയ്യിൽ നല്ല പണിയും കിട്ടി. എനിക്ക് റീഡുവേ കിട്ടിയുള്ളടാ. ഇന്ന് OT വെച്ച് കണ്ടപ്പോഴും സാർ എൻ്റെ അടുക്ക് ഓർമ്മിപ്പിച്ച്. എങ്ങനെ മനസ്സിലാവുന്നെന്നാ? ഇതെന്താണിത്? എനിക്ക് ആരുടെ ആയത്? സോഴ്സ് എവിടെന്നാ? അപ്പോൾ സിജോയുടെ പ്രസൻറ്റേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് OPGയിലേക്കാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് പിന്നെ നിന്ന് തിരിയാൻ പോലും സമയം കിട്ടിയില്ല. വൈവേ ആയിരുന്നു ഗൈസ്. മെക്കാനിസം ഓഫ് ലേബർ ആയിരുന്നു ടോപ്പിക്. അപ്പോൾ വൈവയൊക്കെ കഴിഞ്ഞതാ അതിസന്തോഷത്തോടെ ലൈബ്രറിയിലേക്ക് കയറുകയാണ് കേട്ടോ. റീസെൻ്റായിട്ടൊരു പ്രസൻറ്റേഷൻ റീഡു കിട്ടിയിട്ടുണ്ടായിരുന്നു. സിജോയുടെ ടോപ്പിക്കായിരുന്നു. ഈസ്റ്റർ ആയതുകൊണ്ട് അവനില്ലാത്തതുകൊണ്ട് അവനെ ഒന്ന് എടുത്ത് സഹായിച്ചതാ. ഇതിലും വലിയ സഹായം എനിക്ക് ഉടനെയെങ്കിലും കിട്ടിയതേയില്ല. അപ്പോൾ അതേ നമ്മുടെ ലൈഫ് ഇങ്ങനെ വൈവയും സെമിനാറും പ്രസൻറ്റേഷനും ഒക്കെ ചെയ്യാനായിട്ട് ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് സ്നാക്സിൻ്റെ പഴംപൊരി ആയിരുന്നു കേട്ടോ. പഴംപൊരിയും കൂടി എടുത്തിട്ട് റൂമിലോട്ട് പോകാനുള്ള പ്ലാനാ. പിന്നെ വ്ലോഗ് എടുക്കുന്ന കാര്യം എന്തോ എപ്പോഴോ മറന്നുപോയി ഗൈസ്. വന്ന് കിടന്ന് സുഖമായിട്ടൊരു ഉറക്കമായിരുന്നു. ഇപ്പോൾ ദാ വീണ്ടും എഴുന്നേറ്റിട്ടുണ്ട്. അപ്പം ടാറ്റാ, അടുത്ത വ്ലോഗായിട്ട് നമുക്ക് അടുത്ത വെനസ്ഡേ കാണാം. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ വ്ലോഗിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ കേട്ടോ. അതാ ഇവിടെ നിന്നിട്ടാണ് ഞാൻ എല്ലാം അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലോട്ടൊന്നുമില്ല ഗൈസ്. മുകളിൽ ആകാശം മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്നാൽ മാത്രമേ റേഞ്ച് കിട്ടത്തുള്ളൂ. അതാ താഴെ നിന്നെടുത്ത പഴംപൊരിയൊക്കെ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഇനി. ടാറ്റാ.